ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പേര് രാജേഷ്. എൻ്റെ വർക്ക് വന്നിട്ട് ബ്രീഡിംഗ് ബോക്സിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് ബ്രീഡിംഗ് ബോക്സ്. ഈ കാണുന്ന പ്ലൈവുഡൊന്നുമല്ല, തടിയിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ മഹാഗണി വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ എല്ലാ സൈഡും നല്ല രീതിയിൽ ചാനലും കാര്യങ്ങളൊക്കെ അടിച്ചാണ് വരുന്നത്. ഇത് ലോറിക്കേറ്റിൻ്റെ ബോക്സാണ്, ലോറിക്കേറ്റിൻ്റെ ബോക്സാണ്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു പാർട്ടീഷൻ കൂടി ഉണ്ട് സെപ്പറേറ്റ്. ആ പാർട്ടീഷനകത്ത് കയറിയ ശേഷമാണ് താഴോട്ടിറങ്ങുന്ന ബേഡ്. ഈ അല്ലാത്ത പക്ഷം ഈ ലോറിക്കേറ്റിനൊരു സ്വഭാവ രീതിയുണ്ട്, ചാടിയാണ് ജമ്പ് ചെയ്യുന്നൊരു ക്യാരക്ടറുള്ള ഒരു ബേഡാണ് ലോറിക്കേറ്റ്. സാധാരണ മുട്ട ഇട്ട് കഴിഞ്ഞാൽ നേരിട്ട് എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ എഗ്ഗൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിവുമുണ്ട് നമുക്ക്. ഇതാണ് ഇതിൻ്റെ അകത്തൊരു പാർട്ടീഷൻ. പിന്നെ ഈ ചാനൽ അടിച്ചിരിക്കുന്ന കാണാൻ ഭംഗിക്ക് വേണ്ടിയൊന്നുമല്ല. ശരിക്കും ഇത് ഒരു കാരണവശാലും ഇതിൻ്റെ എഡ്ജോ കാര്യങ്ങളോ ഇവർ കടിച്ച് മുറിക്കാതിരിക്കുക. രണ്ടാമത്തെ കേസിട്ട് എന്ന് പറയുന്നത്, ഇതെല്ലാം പലകൾ ആണെങ്കിലും കൂട്ടിയടിക്കുന്നതാണല്ലോ. ആ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിടവയ്ക്കുകയോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ എഗ്ഗ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു വെട്ടമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കേജിൻ്റെ പരിസരത്തൂടെ ആരെങ്കിലും ഒക്കെ നടന്നു പോവുകയാണെങ്കിൽ ആ ഒരു ഷാഡോയും കാര്യങ്ങളൊന്നും ഇവർക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇവർക്ക് ഈ ബോക്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവരുമായിട്ടുള്ള ലോകമാണ്, ഒരു ഡിസ്റ്റർബും വരാൻ പാടില്ല. അങ്ങനെ വരാതിരുന്നാൽ നല്ല രീതിയിലുള്ള ബ്രീഡിങ് നടക്കും. ഇതിൻ്റെ സൈസ് വന്നിട്ട് 20 ഇഞ്ച് നീളം, 12 ഇഞ്ച് വീതി, 12 ഇഞ്ച് പൊക്കവും. ഇതാണ് ഇതിൻ്റെ സൈസ്. നമ്മളെല്ലാ ജില്ലയിലും കൊറിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഡോറ് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വെക്കാം. മേളിൽ വെക്കണം, മേളിൽ വെക്കാം. സൈഡ് വേണം, സൈഡ് കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, താങ്ക് യു.